നമ്മുടെ ചങ്ങരംകുളം മാർസ് സിനിമയുടെ അടുത്തുള്ള ടോണിൻകായിൽ നിന്നാണ്. നമ്മുടെ തന്നെ പുതിയ സലൂൺ പട്ടാമ്പി തുടങ്ങാണ്. അതിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പ് സ്റ്റൈലിസ്റ്റ് ആണ് മിസ്റ്റർ അസർ. അപ്പൊ പുള്ളി 2-3 കാര്യങ്ങൾ ചെറിയ 1-2 ഡൗട്ട്സ് ഞാൻ ചോദിക്കുകയാണ്. പുള്ളി അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതോടൊപ്പം തന്നെ നമ്മുടെ ആയിഷ, ഇപ്പൊ നമ്മുടെ ചങ്ങരംകുളം ടോണിൻകായിൽ മോർ ദാൻ 2 years ഫ്രം ദ ബിഗിനിങ് അവളുണ്ട്. അപ്പൊ അവള് ഇതേ പറഞ്ഞ പോലെ അവളും ഇവര് തമ്മിൽ ഒരു ചെറിയൊരു ഇന്ററാക്ഷൻ അത്രേ ഉള്ളൂ. അപ്പൊ ആസറ, ഞാൻ ചെറിയ 1-2 കാര്യങ്ങൾ അബൌട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ ഈ ബോട്ടോക്സ്, പിന്നെ അതേപോലെ തന്നെ നാനോപ്ലാസ്റ്റി, പിന്നെ അതേപോലെ തന്നെ കെരാറ്റിൻ ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ അവർക്ക്? കെരാറ്റിൻ എന്ന് പറയണ കേൾ സോഫ്റ്റനിങ് ട്രീറ്റ്മെന്റ് ആണ്. അത് ഇപ്പൊ കേൾസ് ഒന്ന് സോഫ്റ്റൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കെരാറ്റിൻ. പിന്നെ ബോട്ടോക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഒരു ഹെയറിനെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ബോട്ടോക്സ്. നാനോപ്ലാസ്റ്റി പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോ ബോട്ടോക്സ് എങ്ങനെയാണോ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ സ്മൂത്തനിങ് ചെയ്ത എഫക്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാനോപ്ലാസ്റ്റി ചെയ്യാം. പിന്നെ അഡീഷണൽ ആയിട്ട് ഇപ്പൊ നമുക്ക് ടോണിൻകായിൽ അപ്രൂവൽ ആയ ഒരു പ്രോഡക്റ്റ് ആണ് ബോട്ടോലിസ്, പിന്നെ ബോട്ടോപ്ലെക്സ്. ഇതും ബോട്ടോക്സിന്റെ സിമിലർ ആയിട്ടുള്ള എന്ത് വർക്കാണ് ചെയ്യുന്നത് ആ ഒരു വർക്കാണ്. ഇതിൽ അമിനോ ആസിഡ്സ് പറയുന്ന ഒരു കണ്ടന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഹെയറിന്റെ സ്ട്രക്ചേഴ്സ് ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഏത് പ്രോഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ? നമുക്ക് നോർമലി നമുക്ക് ടോണിൻകായിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കിപ്പോ മാക്സിമം ബ്യൂട്ടി ഗാരേജ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ബോട്ടോലിസ് ഒക്കെ വരുന്നത്. ബ്രസീലിയൻ ബോട്ടോക്സ് എന്ന് പറയുന്ന കോപ്പകബാന പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്നാണ് നമുക്ക് ബോട്ടോക്സ് വരുന്നത്. പിന്നെ ആമസോൺ സീരീസ് എന്നാണ് കെരാറ്റിൻ പറയുന്നത്. നമുക്ക് ക്രിസ്റ്റ്യൻ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വരുന്നത്.